ഉയരുന്നതിന് പകരം അദ്ദേഹം ഒരു ചോദ്യമുയർത്തി. ആ ചോദ്യം ഒരു ഇടിമുഴക്കം പോലെ ഡെലനോയുടെ ഉള്ളിൽ പതിച്ചു. ചതിക്കപ്പെട്ടവനെന്ന് സ്വന്തം രാജ്യം മുദ്രകുത്തും, പക്ഷേ ഇവിടെ ജീവൻ തിരികെ കിട്ടുന്നു, ഒപ്പം ഒരു ലക്ഷ്യവും. ഡെലനോയ് തലയുയർത്തി. ആ കണ്ണുകളിൽ ഭയത്തിനു പകരം ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു. അങ്ങനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്യാപ്റ്റൻ മരിച്ചു. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ ജനിക്കുകയായിരുന്നു. പക്ഷേ ആ പുനർജന്മം പൂമെത്തയായിരുന്നില്ല, അത് മുൾക്കിരീടമായിരുന്നു. തിരുവിതാംകൂറിലെ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്ന നായർ പടത്തലവന്മാർക്ക് അയാൾ വെറുമൊരു പറങ്കിയായിരുന്നു. അവരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നവൻ, കളറിപ്പയറ്റിന്റെ സ്ഥാനത്ത് തോക്കുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവൻ. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് ഡെലനോയ് ആ അവിശ്വാസത്തിന്റെ കോട്ട ഭേദിച്ചത്. സൈനികർക്ക് നാട്ടുപ്രമാണികളിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഫ്യൂഡൽ രീതി അവസാനിപ്പിച്ച് രാജാവിൽ നിന്ന് നേരിട്ട് ശമ്പളം നൽകുന്ന ഒരു സ്ഥിരം സൈന്യത്തെ വാർത്തെടുത്തു. അതോടെ സൈനികരുടെ കൂറ് പൂർണ്ണമായും രാജാവിലായി. ഉദയഗിരി കോട്ടയെ അദ്ദേഹം ഒരു ആധുനിക ആയുധ നിർമ്മാണശാലയാക്കി മാറ്റി. യൂറോപ്യൻ മാതൃകയിൽ പീരങ്കികളും തോക്കുകളും അവിടെ നിർമ്മിച്ചു.